അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഉല്ലാസ് ബാബു, നിങ്ങൾ ഇന്ത്യ സഖ്യം ഒരു നിലയ്ക്ക് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവരാണ്. ഇതിനു മുൻപും അവർ സഖ്യത്തിന്റെ സാധ്യതകൾ ഈ ഇന്ത്യ സഖ്യം എന്ന രൂപത്തിൽ അല്ലാതെ പയറ്റിയിട്ടും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഒരു പോയിന്റ് ഒന്ന് പൂർത്തീകരിച്ചു. അതായത് അപ്പുറത്ത് സഖ്യം ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾ തോറ്റുപോയി എന്നാണെങ്കിൽ ഉത്തർപ്രദേശിൽ മാത്രം എന്തുകൊണ്ട്? ബാക്കി നിങ്ങൾ ജയിച്ച സ്ഥലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ സഖ്യം. ഇപ്പൊ ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ കർണാടകയിൽ എന്താ സംഭവിച്ചത്? പല സ്ഥലത്തും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സഖ്യം എന്ന് പറയുന്ന സംഗതി ചെയ്യാണ്ട് തോറ്റുപോയത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തും തോക്കണമായിരുന്നല്ലോ. ഈ കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയുന്ന പോലെയാണ് നിഷാദിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ സൗഹൃദത്തിൽ പറയാട്ടോ. ഈ അരവിന്ദ് കെജ്രിവാളിനെ പൊക്കിപ്പിടിച്ചിട്ട് 4 ദിവസം നമ്മൾ തല്ലൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കുക. നല്ല കാര്യം. എൻ്റെ നിഷാദെ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ത്യ മുന്നണി ക്ലച്ച് പിടിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞു സാർ. 3 ടേമുമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി കൂട്ടിമുന്നണി നടത്തിയിട്ടും ഇവർക്ക് കയറാൻ സാധിച്ചില്ല. എൻ്റെ നിഷാദ്, നിങ്ങളുടെ വാക്ക് തന്നെ കടമെടുത്താൽ സീറ്റ് ഷെയറാണ് അധികാരത്തിന് വേണ്ടത്. ശരിയല്ലേ? ഞങ്ങളുടെ സീറ്റ് ഷെയർ 10 വർഷക്കാലം ഭരിച്ചിട്ടും 15-ാം വർഷത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന തുടക്കത്തിൽ ഞങ്ങളുടെ സീറ്റ് ഷെയറും കോൺഗ്രസിൻ്റെ സീറ്റ് ഷെയറും തമ്മിലൊന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നില്ല. ആ മുന്നണി ഇത്ര അധികം ഉണ്ടായിട്ടും ഒരു രാജ്യത്തിനകത്ത് ഞങ്ങളെ അത്രക്കധികം ആക്രമിച്ച് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് എന്നെ പെടയാ നിഷാദൊക്കെ പടച്ചിരുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഞങ്ങൾ അധികാരത്തിൽ വന്നില്ലേ? UP-യിൽ വീഴ്ചകൾ സ്വാഭാവികമായിട്ട് സീറ്റ് ഷെയറിൽ ഉണ്ടായിട്ടുണ്ട്. ആ സീറ്റ് ഷെയറിലുണ്ടായ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണ് അവിടെ പ്രയാസമുണ്ടായത്, ഏത് മേഖലയിലാണ് പ്രയാസമുണ്ടായതെന്ന് BJP ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ബഹുമാന്യനായിട്ടുള്ള ശ്രീ JP നദ്ദാജിയുടെ നേതൃത്വത്തിലുള്ള സംഘവും BL സന്തോഷിയുടെ നേതൃത്വത്തിലുള്ള സംഘടനാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും കൃത്യമായി പഠിച്ച് അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ നോക്കി. ഞങ്ങളുടെ സീറ്റ് ഷെയറും സർക്കാരിനെ കുറിച്ചുള്ള അപ്പീൽ ചേഞ്ച് ചെയ്യുന്നതിന്റെ മലയാളത്തല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിക്കുന്നത്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഖിലേഷ് യാദവിൻ്റെ നശിച്ച നാറാണക്കല്ലായ പൊട്ടി തകർന്നു പോയ അധികാര ഭരണ കാലഘട്ടവും യോഗി ആദിത്യനാഥിൻ്റെ ഭരണ കാലഘട്ടവും തമ്മിൽ, നിഷാദ്, ഞാൻ ടിക്കറ്റ് നിങ്ങൾക്ക് എടുത്തു തരാം, ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് UP-യിൽ 5 ദിവസം ലീവ് മീഡിയ വണ്ണിൽ കിട്ടുമെങ്കിൽ യാത്ര ചെയ്യാം. എന്നിട്ട് ആ ഗുണ്ടാരാജ് അഖിലേഷ് യാദവിൻ്റെ കാലഘട്ടവും യോഗി കാലഘട്ടവും ഒന്ന് നമുക്ക് വിശകലനം ചെയ്യാം സാധിക്കുമെങ്കിൽ ഒരുമിച്ച് കൈപിടിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. UP-യിലെ ഡെവലപ്മെന്റ് അറിയാത്തവരാണോ നിങ്ങളൊക്കെ? നിങ്ങൾക്കറിയാം, പക്ഷെ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഒരു ഡെവലപ്മെന്റും ഇല്ലാത്ത ഒരു നാടും ഇല്ല കേട്ടോ. എല്ലാ സംസ്ഥാനങ്ങളിലും മാതൃകൾ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ തകർന്നുപോയ റോഡുകൾ കേരളം എന്റെ നടുവെട്ടിട്ടാണ് വരുന്നത്. കുന്നംകുളത്തുനിന്ന് ഞാനിപ്പോ കുന്നംകുളത്ത് മീഡിയ വണ്ടിലേക്ക് വരണം. തൃശ്ശൂർ എന്റെ നടുവെട്ടിട്ടായിരിക്കണം. ഈ കേരളം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ റോഡുകളുണ്ടോ നിഷാദെ? തോടുകളായി മാറിയില്ലേ? ആരോഗ്യ മേഖല തകർന്നില്ലേ? അക്ക വിട്ട് പറഞ്ഞേ. കുന്നംകുളത്ത് അമലിന്റെ അവിടേക്ക് വരാൻ പറ്റില്ല നിഷാദ്. എനിക്ക് CPM എന്ന് പറയുന്ന പാർട്ടി എപ്പോഴും തല്ലൂടിന്റെ പ്രവർത്തകർ. അല്ലല്ല, എനിക്ക് തർക്കമില്ല. ഞാൻ അതിലെ യാത്ര ചെയ്ത ആളാണ്.